ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വെളുത്തുള്ളി കൊണ്ടുള്ളൊരു അച്ചാറാണിത്. വെളുത്തുള്ളിക്ക് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു കാര്യമാണ്. ഈ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ വെളുത്തുള്ളി എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് വരുമ്പോഴത്തേക്ക് അത് ഏകദേശം ഒരു 400 ഗ്രാമോളം ഉണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വലിയ ടൈപ്പ് വെളുത്തുള്ളിയാണ്. പക്ഷേ ചെറിയ വെളുത്തുള്ളി ആയിരിക്കും നല്ലത്, പക്ഷേ അത് പൊളിക്കാൻ കുറച്ചും കൂടെ സമയം നമുക്കെടുക്കും. വലിയ ടൈപ്പ് വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനത് തൊലി കളഞ്ഞതിന് ശേഷം ഒരു 3-4 മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ പാനിപ്പോൾ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് എണ്ണയാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അച്ചാറൊക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ വേണം. നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. നല്ലെണ്ണയോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എണ്ണ ഇനി നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി ഇതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉലുവയാണ് ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത്. ഉലുവ ഒന്ന് പൊട്ടി വരണം. അന്നേരത്തേക്ക് ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് നല്ലതുപോലെ പൊട്ടി വരട്ടെ. അതുപോലെ തന്നെ ഞാനിവിടെ അച്ചാറിൽ ചേർക്കാനുള്ള ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് അതുപോലെ തന്നെ ചെറുതായിട്ട് വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് പൊട്ടി വരുമ്പോഴത്തേക്കും അരിഞ്ഞ് വെച്ചിരിക്കുന്നതെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വറ്റൽമുളക് അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ ഈ എണ്ണയിലിട്ടിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ പച്ച ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടും. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഒന്ന് വഴറ്റിയെടുക്കാൻ, കരിഞ്ഞു പോകരുത്. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരണം. ചെറിയൊരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. ഇത് അത്യാവശ്യം ഒന്ന് നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ചേർക്കാനുള്ള മുളക് പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പിരിയൻ മുളകിൻ്റെ പൊടിയാണ്. പിരിയൻ മുളകിൻ്റെ പൊടിയാകുമ്പോഴത്തേക്ക് എരിവും കുറവായിരിക്കും, നല്ലൊരു കൊഴുപ്പ് കിട്ടുകയും ചെയ്യും നമ്മുടെ ഈ അച്ചാറിന്. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ആ പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒട്ടും കരിഞ്ഞു പോകരുത്. എണ്ണ നല്ലതുപോലെ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് ആ പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മൂത്ത് കിട്ടും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം മുളക് പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വിനാഗിരിയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ അച്ചാറിൽ കായമൊക്കെ ചേർക്കാറുണ്ടല്ലോ, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം കണ്ടോ, അച്ചാർ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഇതിലോട്ട് 1 കപ്പ് തിളച്ച വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. തിളച്ച വെള്ളം മാത്രമേ ഉള്ളൂ അച്ചാറിൽ ഒഴിക്കാറുള്ളൂ, ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതൊരു ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. പക്ഷേ ഈ വെള്ളം ചേർക്കുന്നതുകൊണ്ട് ഒരുപാട് നാളൊന്നും ഇത് വെളിയിൽ കേടുകൂടാതെ ഇരിക്കത്തില്ല. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മളതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ്. ആ വിനാഗിരിയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ അച്ചാർ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇത് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും. എന്നിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒട്ടും വെള്ളമയമില്ലാത്ത കുപ്പിയിൽ ഇത് നമുക്ക് അടിച്ച് സൂക്ഷിക്കാം. പിന്നെ അച്ചാറൊക്കെ എപ്പോഴും ഇട്ട ഉടനെ ഉപയോഗിക്കുന്നതിന് പകരം ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പഴകും തോറുമാണ് അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടി വരിക. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പക്ഷേ അച്ചാറൊന്നും അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമല്ല. എന്നാലും വെളുത്തുള്ളി ആകുമ്പോൾ കുറച്ചെങ്കിലും ഒരു ഹെൽത്തി ആകുമല്ലോ. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.